ഗുഡ് ആഫ്റ്റർനൂൺ. സോ നെക്സ്റ്റ് മൊഡ്യൂൾ, അതായത് സെക്കൻഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ കവർ ചെയ്തത് ഡിസ്ക്രീറ്റ് ഫൊറിയർ ട്രാൻസ്ഫോം ആണ്. DFT എന്താണെന്ന് പറഞ്ഞു, അതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ്, അതിന്റെ ആപ്ലിക്കേഷൻസ് പറഞ്ഞു. ദെൻ DFT കണ്ടുപിടിക്കാനുള്ളൊരു സിമ്പിൾ മെത്തേഡ്, അതായത് വേറൊരു പ്രൊസീജിയർ ആയിട്ടുള്ള FFT ബട്ടർഫ്ലൈ ഡയഗ്രാം വെച്ചുള്ള പ്രോബ്ലംസ് ഒക്കെ പറഞ്ഞു. ഇനി നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിലോട്ട് പോകുമ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് എൻ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. എന്ന് വെച്ചാൽ ഫിൽറ്റർ റിയലൈസേഷൻ ആണ് നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിൽ ചെയ്യാനുള്ളത്. സോ ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിൽറ്റേഴ്സ് എന്ന് വെച്ചാൽ നമുക്ക് അറിയാം അല്ലേ, അതിന്റെ ആ ഒരു വേർഡ് മീനിങ് പറയുന്നത് പോലെ തന്നെ ഇറ്റ് മേ ബി യൂസ്ഡ് ടു ഫിൽറ്റർ ഔട്ട് സംതിങ് അല്ലേ. അപ്പൊ ഒരു കുറെ കാര്യങ്ങളുണ്ടെങ്കിൽ അതായത് നമുക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ ഫിൽറ്റർ ഔട്ട് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പർപ്പസിനാണ് നമ്മൾ യൂഷ്വലി, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് ഫിൽറ്ററിംഗ് എന്ന് പറയുന്നത്. നമുക്കിവിടെ പഠിക്കാനുള്ളത് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗിലെ ഫിൽറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അത് ഡിജിറ്റൽ ഫിൽറ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഫിൽറ്റേഴ്സിനെ പറയുമ്പോൾ അത് മനസ്സിലാക്കേണ്ട എന്താണ്? ദേ ആർ ഡിജിറ്റൽ ഫിൽറ്റേഴ്സ്. സോ നമുക്ക് ഡിജിറ്റൽ ഫിൽറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ എന്ത് ടൈപ്പ് ഫിൽറ്റേഴ്സും ഉണ്ടാകാം, അനലോഗ് ഫിൽറ്റേഴ്സും ഉണ്ടാകാം. സോ അത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം, ഡിഫറൻസ് ബിറ്റ്വീൻ അനലോഗ് ഫിൽറ്റർ ആൻഡ് ഡിജിറ്റൽ ഫിൽറ്റർ. സോ അനലോഗ് ഫിൽറ്റർ എന്ന് പറയുമ്പോൾ അനലോഗ് ഡേറ്റ ആയിരിക്കും അത് ഹാൻഡിൽ ചെയ്യുന്നത്. ഡിജിറ്റൽ ഫിൽറ്റർ ആകുമ്പോൾ ഡിജിറ്റൽ ഡേറ്റ ആയിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. നമ്മുടെ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസറിൽ എന്തായാലും അനലോഗ് ഫിൽറ്റർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ വി ഹാവ് ടു ഡിസൈൻ ആൻ അപ്രോപ്രിയേറ്റ് ഡിജിറ്റൽ ഫിൽറ്റർ ഇറ്റ് സെൽഫ്. സോ ഡിജിറ്റൽ ഫിൽറ്റർ എന്ന് പറയുമ്പോൾ അതിലെ കമ്പണൻസ് എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ ഡേറ്റയെ പ്രോസസ് ചെയ്യുന്ന കമ്പണൻസ് ആയിരിക്കണം. അനലോഗ് ആണെങ്കിൽ അതിൽ അനലോഗ് പാസീവ് ഓർ ആക്റ്റീവ് കമ്പണൻസ്, റെസിസ്റ്റർ, കപ്പാസിറ്റർ ഒക്കെ ആയിരിക്കും അനലോഗ് ഫിൽറ്റർ യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് അനലോഗ് ഫിൽറ്റർ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് നമുക്ക് പഠിക്കാനില്ല. നമ്മൾ പ്രീവിയസ് സെമസ്റ്റേഴ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഡിജിറ്റൽ ഫിൽറ്റേഴ്സിലാണ്. അതിൽ തന്നെ നമുക്ക് ഡിജിറ്റൽ ഫിൽറ്റർ എന്താണെന്ന് അറിയണം, ഇതിന്റെ ഡിസൈൻ അറിയാനുണ്ട്, ദെൻ അതിന്റെ റിയലൈസേഷൻ. സോ ഡിജിറ്റൽ ഫിൽറ്റേഴ്സ് എന്ന് പറയുമ്പോൾ പല ടൈപ്പ് ഫിൽറ്റേഴ്സ് ഉണ്ട്. അത് അതിന്റെ പർപ്പസ് അനുസരിച്ച്, അതായത് ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിലുള്ള ഡേറ്റ അല്ലെങ്കിൽ സിഗ്നലിനെ അത് പാസ് ചെയ്ത് വിടുന്നു, ബാക്കി ബ്ലോക്ക് ചെയ്യുന്നു. ആ ഒരു പർപ്പസാണ് ആക്ച്വലി ഫിൽറ്റേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അത് ഏത് രീതിയിലാണ് ആ ഒരു പർപ്പസ് ചെയ്യുന്നതനുസരിച്ച് പല ടൈപ്പ് ഫിൽറ്റേഴ്സ് ഉണ്ട്. ലോ പാസ് ഫിൽറ്റർ ഉണ്ട്, ഹൈ പാസ് ഫിൽറ്റർ, ബാൻഡ് പാസ് ഫിൽറ്റർ, അങ്ങനെ പല ടൈപ്പ് ഫിൽറ്റേഴ്സ് ഉണ്ട്. അതിന്റെയൊക്കെ ഡിസൈനും ഉണ്ട്. സോ ഇതൊക്കെ ചെയ്യേണ്ടത് നെക്സ്റ്റ് മൊഡ്യൂളിലാണ്. ഫിൽറ്റർ ടൈപ്സ് പഠിക്കാനുണ്ട്, അതിന്റെ ഡിസൈൻ സ്റ്റെപ്സ് ഫോളോ ചെയ്ത് നമ്മൾ ഒരു ഫിൽറ്ററിനെ ഡിസൈൻ ചെയ്ത് എടുക്കാനുണ്ട്. സോ ഡിസൈൻ ചെയ്ത് എടുക്കാന്ന് വെച്ചാൽ ഫൈനലി അതിന്റെ ആ ഒരു ഫിൽറ്ററിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, അതായത് HFZ എന്ന് പറയും. ഇപ്പൊ ഒരു സിസ്റ്റമാണ് ഈ ഫിൽറ്റർ എന്ന് പറയുന്നത്. അതേപോലെ അതിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ HFZ is equal to Y(Z) by X(Z) എന്ന് പറയും. സോ ഈ HFZ കണ്ടുപിടിക്കാന്നുള്ളതാണ് ഫിൽറ്ററിന്റെ ഡിസൈൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് നെക്സ്റ്റ് മൊഡ്യൂളിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഈ മൊഡ്യൂളിൽ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ ഡിസൈൻ ചെയ്ത് കിട്ടിയ ട്രാൻസ്ഫർ ഫംഗ്ഷൻ അല്ലെങ്കിൽ HFZ എന്ന് പറയുന്നതിനെ നമ്മൾ ഡിജിറ്റൽ ഫിൽറ്ററിന്റെ കമ്പണൻസ് യൂസ് ചെയ്ത് റിയലൈസ് ചെയ്യാന്നുള്ളതാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ വരുന്നത്. സോ HFZ നമുക്ക് തന്നിട്ടുണ്ടാവും. അതെങ്ങനെയാണ് കിട്ടുന്നത്? ഡിസൈൻ ചെയ്താണ് കിട്ടുന്നത്. അത് നമുക്ക് പിന്നീട് പഠിക്കാം. സോ HFZ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ റിയലൈസ് ചെയ്ത് പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ആയിട്ട് വരയ്ക്കാന്നുള്ളതാണ് ഫിൽറ്റർ റിയലൈസേഷനിൽ വരുന്നത്. സോ നമുക്ക് ഫിൽറ്റേഴ്സ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് രണ്ട് ടൈപ്പ് ഫിൽറ്റേഴ്സ് ആണ് വരുന്നത്. ബേസിക്കലി IIR ഫിൽറ്റർ എന്നും FIR ഫിൽറ്റർ എന്നും പറയും. സോ IIR ഫിൽറ്റർ എന്ന് പറഞ്ഞാല് ഇൻഫിനിറ്റ് ഇമ്പൾസ് റെസ്പോൺസ് ഫിൽറ്റർ, അതുപോലെ FIR ഫിൽറ്റർ ഫൈനൈറ്റ് ഇമ്പൾസ് റെസ്പോൺസ് ഫിൽറ്റർ. സോ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഈ ഫിൽറ്റേഴ്സ് നമ്മൾ പറയുന്നത് ഒന്നുകിൽ അതിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ അതിന്റെ ഡിഫറൻസ് ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സോ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയുകയാണെങ്കിൽ y of n is equal to y of n minus 1 plus x of n plus x of n minus 1 plus x of n minus 2. ഇതൊരു ഡിഫറൻസ് ഇക്വേഷൻ ആണ്. ഏതോ ഒരു ഫിൽറ്ററിന്റെ ഡിഫറൻസ് ഇക്വേഷൻ ആണ് ഈ തന്നേക്കുന്നത്. അതേപോലെ നമുക്ക് ഒന്നുകൂടി എഴുതാം, y of n is equal to x of n plus x of n minus 2 plus x of n minus 5. സോ ഡിഫറൻസ് ഇക്വേഷൻ എന്താണെന്നൊക്കെ ഉള്ളത് നമ്മൾ Z ട്രാൻസ്ഫോമിൽ പഠിക്കുന്നതാണ്. y
y of n എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ആണ്, x of n എന്ന് പറയുന്നത് ഇൻപുട്ട് ആണ്, n-1 n-2 എന്ന് പറയുമ്പോൾ പ്രീവിയസ് ഇൻപുട്ട്സ് അല്ലെങ്കിൽ പ്രീവിയസ് വാല്യൂസിനാണ് അത് ഡിനോട്ട് ചെയ്യുന്നത്. സോ ഇവിടെ രണ്ട് ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. y of n is equal, ഫസ്റ്റ് ഇക്വേഷനിൽ y of n എന്ന് പറയുന്നത് എന്തിന്റെ സമമാണ്? y of n-1, x of n, x of n-1, x of n-2. സെക്കൻഡ് ഇക്വേഷനിൽ വരുമ്പോൾ ഡിഫറൻസ് എന്താണ്? ഈ y of n-1 അല്ലെങ്കിൽ ഔട്ട്പുട്ടിന്റെ പാസ്റ്റ് ടേംസ് ഇതിൽ വരുന്നില്ല. സോ ഇതിനെ നമുക്കൊരു IAR റെപ്രസെന്റേഷൻ എന്നും ഇതിനെ നമുക്ക് FIR റെപ്രസെന്റേഷൻ എന്നും പറയാം. സോ അങ്ങനെയാണെങ്കിൽ ഇത് തമ്മിൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? IAR ഫിൽട്ടർ എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട്, അതായത് y of n വിൽ ഡിപ്പെൻഡ് ഓൺ ഇൻപുട്ട് വാല്യൂസ്, പ്രസന്റ് ഇൻപുട്ട് വാല്യൂ അതാണ് x of n, പ്രീവിയസ് ഇൻപുട്ട് വാല്യൂസ് അതാണ് x of n-1, x of n-2, ആൻഡ് ഓൾസോ പ്രീവിയസ് ഔട്ട്പുട്ട് വാല്യൂസ് അതാണ് y of n-1 എന്ന് കാണിച്ചിരിക്കുന്നത്. ബട്ട് FIR ഫിൽട്ടർ ആണ് എടുക്കുന്നതെങ്കിൽ അതിന്റെ പ്രസന്റ് ഔട്ട്പുട്ട് വാല്യൂ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? പ്രസന്റ് ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യും, പ്രീവിയസ് ഇൻപുട്ട് വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്യും, ബട്ട് പ്രീവിയസ് ഔട്ട്പുട്ട് വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. സോ അതാണ് FIR ഫിൽറ്ററും IR ഫിൽറ്ററും തമ്മിലുള്ള ഡിഫറൻസ്. സോ അതുകൊണ്ട് നമ്മൾ ഈ IR ഫിൽറ്ററിനെ റിക്കർസീവ് ടൈപ്പ് ഫിൽറ്റർ എന്ന് പറയും. റിക്കർസീവ് ടൈപ്പ് ഫിൽറ്റർ എന്നും ഇതിനെ നോൺ റിക്കർസീവ് ടൈപ്പ് ഫിൽറ്റർ എന്നും പറയും. സോ ഇൻഫിനിറ്റ് ഇമ്പൾസ് റെസ്പോൺസ് ഫിൽറ്റർ, IR ഫിൽറ്റർ ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനൊക്കെയാണ്? പ്രസന്റ് ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യും, പ്രീവിയസ് ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യും, പ്രീവിയസ് ഔട്ട്പുട്ട് വാല്യൂസിനെയും ഡിപ്പെൻഡ് ചെയ്യും. ബട്ട് FIR ആണെങ്കിലോ പ്രസന്റ് ഇൻപുട്ട് വാല്യൂസ് ആൻഡ് പ്രീവിയസ് ഇൻപുട്ട് വാല്യൂസിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, പ്രീവിയസ് ഔട്ട്പുട്ട് വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ പേര് ഓർത്ത് വെക്കുക, IR ഫിൽറ്റർ ആൻഡ് FIR ഫിൽറ്റർ. സോ രണ്ട് ടൈപ്പ് ഫിൽറ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അതിന്റെ ഡിസൈൻ പഠിക്കാനുണ്ട്, റിയലൈസേഷൻ പഠിക്കാനുണ്ട്. അതിൽ മെയിൻ ആയിട്ട് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ളത് ഇൻഫിനിറ്റ് ഇമ്പൾസ് റെസ്പോൺസ് ഫിൽറ്റർ, അതായത് IR ഫിൽറ്റേഴ്സിലാണ്. സോ അതിന്റെ ഡിസൈൻ ആയിരിക്കും, റിയലൈസേഷൻ ആയിരിക്കും ആദ്യം പറയുന്നത്, ദെൻ FIR ഫിൽറ്ററിന്റെ റിയലൈസേഷൻ പറയും. സോ നമ്മൾ IR ഫിൽറ്ററിന്റെ റിയലൈസേഷൻ നോക്കാൻ പോവാണ്. സോ IR ഫിൽറ്ററിന്റെ റിയലൈസേഷൻ പറയുമ്പോൾ അതിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ വേണം. ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ് നമ്മൾ റിയലൈസ് ചെയ്യാനുള്ളത്. സോ അതിന്റെ ഒരു ജനറൽ ഫോം എന്ന് പറയുന്നത് എങ്ങനെയാണ്? അത് ഏത് സിസ്റ്റം ആണെങ്കിലും അതിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ h of z is equal to അതിന്റെ എന്താണ്? Z ട്രാൻസ്ഫോം ആണ്. ഇമ്പൾസ് റെസ്പോൺസിന്റെ Z ട്രാൻസ്ഫോം. സോ h of n ഉണ്ടെങ്കിൽ സിഗ്മ h of n z raised to -n എടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ ജനറൽ ഫോം ആണ് എഴുതിയിരിക്കുന്നത്. സിഗ്മ k is equal to 0 to m bk z raised to -k divided by 1 plus sigma k is equal to 1 to n ak z raised to -k. ഈ bkയും akയും കോഎഫിഷ്യൻസ് ആണ്. നമ്മൾ ഫിൽറ്റർ ഡിസൈൻ ചെയ്യുമ്പോൾ ആക്ച്വലി കണ്ടുപിടിക്കേണ്ടത് ഈ കോഎഫിഷ്യൻസിന്റെ വാല്യൂസ് ആണ്. സോ ഇത് സമ്മേഷൻ ആണ്, ഇത് എക്സ്പാൻഡ് ചെയ്ത് പോകും. അപ്പോൾ ആ സിസ്റ്റം അനുസരിച്ച് അതിന്റെ സ്പെസിഫിക്കേഷൻ അനുസരിച്ചായിരിക്കും നമുക്ക് ഈ ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ കിട്ടുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എഴുതുകയാണെങ്കിൽ h of z is equal to z raised to -1 plus 2z raised to -2 plus z raised to -5 divided by 1 plus 3z raised to -1 plus 5z raised to -3 ഇങ്ങനെ എഴുതാം. അപ്പോൾ ഒരു എക്സാമ്പിൾ ആണ് ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ. അപ്പോൾ ഇതാണ് ഒരു IR ഫിൽറ്ററിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ ബേസിക് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ഈ എക്സാമ്പിൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ Z ട്രാൻസ്ഫോമിലെ Zന്റെ പവേഴ്സ് എല്ലാം നെഗറ്റീവ് ആയിരിക്കും. അല്ലാതെ എന്താണ് പോസിറ്റീവ് പവേഴ്സിലാണ് ഉള്ളതെങ്കിൽ നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്ത് അതിന്റെ പവറൊക്കെ നെഗറ്റീവ് ആക്കിയാണ് നമുക്ക് ചെയ്യാനുള്ളത്. അത് പ്രോബ്ലം ചെയ്യുമ്പോൾ പറയാം. അപ്പൊ ഈ ഒരു ഫോർമാറ്റിലായിരിക്കും നമുക്ക് h of z കിട്ടുക. ഇനി ചില സിറ്റുവേഷൻസിൽ നമുക്ക് h of z തരത്തില്ല, പകരം നമുക്ക് ഡിഫറൻസ് ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് y of n ആൻഡ് x of n ആയിരിക്കും തരുന്നത്. അങ്ങനെയാണെങ്കിൽ അതേ നമ്മൾ പണ്ട് h of z കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ് യൂസ് ചെയ്ത് h of z കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം റിയലൈസേഷൻ ചെയ്യാൻ. അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. സോ നമ്മൾ ഫിൽറ്റർ റിയലൈസേഷൻ ചെയ്യാനായിട്ട് ആദ്യം നമ്മളിൽ എന്ത് കിട്ടും? h of z കിട്ടും. h of z കിട്ടിയാൽ അതിലെ കമ്പോണൻസ് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനെ റിയലൈസ് ചെയ്യാനായിട്ട് നമ്മൾ ബ്ലോക്ക് ഡയഗ്രം ആണ് വരയ്ക്കുന്നത്. ആക്ച്വലി സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ആണ്. സോ അതിൽ നമുക്ക് മെയിൻ ആയിട്ട് 3
കമ്പണൻസ് ആണ് ഫിൽറ്റർ റിയലൈസേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദേ ആർ മൾട്ടിപ്ലയർ, ആഡർ ആൻഡ് ഡിലേ എലമെന്റ്സ്. അപ്പൊ മൾട്ടിപ്ലയർ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു സിഗ്നൽ വന്നാൽ നമ്മൾ ഒരു ഗെയിൻ കൊടുക്കുന്നു, ആ ഗെയിനുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തുള്ള ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് സൈഡിൽ കിട്ടുന്നത്. സോ അതിങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എക്സ് ഓഫ് എൻ ആണ് ഇൻപുട്ട്, എ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതെങ്കിൽ ആരോ മാർക്കിന്റെ താഴെ നമ്മൾ എ എന്ന് കൊടുക്കുന്നു. 5 ആണെങ്കിൽ 5 എന്ന് കൊടുക്കുക. സോ എ ഇൻറ്റു എക്സ് ഓഫ് എൻ ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. അതേപോലെ ആഡർ എന്ന് പറയുമ്പോൾ രണ്ട് സിഗ്നൽസ് തമ്മിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ അതിന് ഇങ്ങനെ ഒരു സിമ്പിളാണ് യൂസ് ചെയ്യുന്നത്. രണ്ട് ലൈൻസ് ആരോ മാർക്കിട്ട് കാണിക്കുക, ആഡ് ചെയ്യേണ്ട ആ പോയിന്റിൽ നമ്മൾ സമ്മേഷൻ റൗണ്ട് ചെയ്ത് കാണിക്കുന്നു. അപ്പൊ ഔട്ട്പുട്ട് വിൽ ബി എന്തായിരിക്കും? y of n is equal to x1n plus x2n. തേർഡ് വൺ ഈസ് യൂണിറ്റ് ഡിലേ എലമെന്റ്. അതെന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് എക്സ് ഓഫ് എൻ ഉണ്ടെങ്കിൽ ഒരു യൂണിറ്റ് ഡിലേ ചെയ്ത് നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് എടുക്കാനാണ്. എക്സ് ഓഫ് എന്നിൽ നമുക്ക് എക്സ് ഓഫ് n-1 കിട്ടണമെങ്കിൽ ഒരു യൂണിറ്റ് ഡിലേ യൂസ് ചെയ്യുക. ഇനി എക്സ് ഓഫ് എന്നിൽ നിന്ന് എക്സ് ഓഫ് n-2 ആണെങ്കിൽ നമുക്ക് 2 യൂണിറ്റ് ഡിലേ യൂസ് ചെയ്യാം. അപ്പൊ എക്സ് ഓഫ് എന്നിൽ നിന്ന് ഒരു യൂണിറ്റ് യൂസ് ചെയ്യുമ്പോൾ എക്സ് ഓഫ് n-1 കിട്ടും. വീണ്ടും ഒരു യൂണിറ്റ് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എക്സ് ഓഫ് n-2 കിട്ടുന്നത്. അതേപോലെ 5 യൂണിറ്റ് ഡിലേ, എക്സ് ഓഫ് n-5 ആണെങ്കിൽ 5 ഡിലേ യൂണിറ്റ്സ് യൂസ് ചെയ്യാം. അല്ലാതെ ഇതിൽ z⁻⁻5 എന്ന് എഴുതി വെച്ചാൽ പോരാ. ഒരു യൂണിറ്റ് ഡിലേ എന്ന് പറയുമ്പോൾ ഒറ്റ ഡിലേ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. എത്ര ഡിലേ വേണോ അതിനനുസരിച്ച് നമ്മൾ ഈ ഡിലേ യൂണിറ്റ്സ് യൂസ് ചെയ്യേണ്ടി വരും. സോ ഇതാണ് ബ്ലോക്ക് ഡയഗ്രാം അല്ലെങ്കിൽ റിയലൈസേഷൻ യൂസ് ചെയ്യുന്ന ബേസിക് എലമെന്റ്സ് എന്ന് പറയുന്നത്. സോ IR ഫിൽറ്റർ റിയലൈസേഷന് ഡിഫറെന്റ് മെത്തേഡ്സ് അവൈലബിൾ ആണ്. അതിപ്പോ ഞാനൊരു 6 മെത്തേഡ്സ് എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഡയറക്റ്റ് ഫോം 1 റിയലൈസേഷൻ, ദെൻ ഡയറക്റ്റ് ഫോം 2 റിയലൈസേഷൻ, കാസ്കേഡ് റിയലൈസേഷൻ, പാരലൽ ഫോം റിയലൈസേഷൻ, ട്രാൻസ്പോസ് ഡയറക്റ്റ് ഫോം ആൻഡ് ലാറ്റിസ് ലാഡർ സ്ട്രക്ചർ. സോ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെത്തേഡ്സ് എന്ന് പറയുന്നത് ആദ്യത്തെ 4 മെത്തേഡ്സ് ആണ്. അത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഏതെങ്കിലും മെത്തേഡ്സ് വെച്ചിട്ട് ഏതെങ്കിലും ഒന്നല്ല, ഏതെങ്കിലും 2 മെത്തേഡ്സ് എങ്കിലും മിനിമം ഒരു ക്വസ്റ്റ്യനിൽ എസ് എ ക്വസ്റ്റ്യനിൽ ചോദിക്കും. ലാസ്റ്റ് 2 മെത്തേഡ്സ് എന്ന് പറയുന്നത് എ പാർട്ടിലായിരിക്കും, 5 മാർക്കിനായിരിക്കും അതിന് ചോദിക്കുന്നത്. യൂഷ്വലി തിയറി അല്ലെങ്കിൽ അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ചോദിക്കുന്നത്. പ്രോബ്ലംസ് കൂടുതലും വരുന്നത് ആദ്യത്തെ 4 മെത്തേഡ്സ് എന്നാണ്. സോ അതില് ഡയറക്റ്റ് ഫോം 1 റിയലൈസേഷൻ ആണ് ആദ്യം പറയാൻ പോകുന്നത്. സോ അതിന്റെ പ്രോബ്ലം ഉണ്ട്, പ്രോബ്ലം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, സോ ഡയറക്റ്റ് ഫോം 1 റിയലൈസേഷൻ ആണ് ആദ്യം പറയുന്നത്. ഫസ്റ്റ് മെത്തേഡ് അതാണ്. അപ്പോൾ എക്സാമിന് ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും? ഫോർ ദ ഗിവൺ ട്രാൻസ്ഫർ ഫംഗ്ഷൻ h of z ഫൈൻഡ് ഡയറക്റ്റ് ഫോം 1 റിയലൈസേഷൻ എന്നായിരിക്കും ചോദിക്കുന്നത്. സോ ആ h of z നമുക്ക് തന്നിട്ടുണ്ടാവും. അതാണ് ഒരു കേസ്. പിന്നീട് ഞാൻ പറഞ്ഞു അത് h of z ആയിട്ട് ഡയറക്റ്റ് തരണമെന്നില്ല, h of z നമ്മൾ കണ്ടുപിടിച്ച് ചെയ്യേണ്ടി വരും. ആ കേസ് പിന്നീട് പറയാം. സോ ഇപ്പൊ ഇവിടെ നമുക്ക് h of z തന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ഇതിന്റെ ജനറൽ ഫോം ഉണ്ട്, ജനറൽ ഇക്വേഷൻ എടുത്ത് ജനറൽ ഫോം ആയിട്ട് വരയ്ക്കുന്ന ആ ഒരു എക്സ്പ്ലനേഷൻ ഒക്കെ ഉണ്ട്. ബട്ട് എക്സാമിനൊന്നും ചോദിക്കാറില്ല, ഡയറക്റ്റ് പ്രോബ്ലം ആണ് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പ്രോബ്ലം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ h of z കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ട സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് പറയാം. h of z നെ നമുക്ക് എങ്ങനെ എഴുതാം? ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ്. സോ ദാറ്റ് ഈസ് y of z ബൈ x of z എന്ന് എഴുതാം. ഇസ് ഈക്വൽ ടു 1 പ്ലസ് 2z റൈസ് ടു -1 പ്ലസ് z റൈസ് ടു -2 divided by 1 minus 0.75 z raised to -1 plus 0.125 z raised to -2. സോ h of z നമുക്ക് കണ്ടറിയാം, കുറെ കോഎഫിഷ്യൻസ് ഉണ്ടാവും, പിന്നെ z പവേഴ്സ് ഉണ്ടാവും. അപ്പൊ ആദ്യമേ ഞാൻ പറഞ്ഞു ഇത് രണ്ടും 1+ ഫോമിലാണെന്ന് എൻഷുർ ചെയ്യുക. ഓൾസോ z പവേഴ്സ് എല്ലാം നെഗറ്റീവ് ആണെന്ന് എൻഷുർ ചെയ്യുക. എങ്കിലും നമുക്കത് നമ്മൾ ഡിലേ യൂണിറ്റ്സ് വെച്ചിട്ടാണ് ഇതൊക്കെ റിയലൈസ് ചെയ്യുന്നത്. സോ നെഗറ്റീവ് പവറിലാണ് നമ്മളിത് റിയലൈസ് ചെയ്യേണ്ടത്. പോസിറ്റീവ് പവർ ആണെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്ത് അല്ലെങ്കിൽ കോമൺ ആയിട്ട് പുറത്തെടുത്ത് നെഗറ്റീവ് പവേഴ്സിന്റെ ടേംസിലാക്കാം. സോ ഇതിങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ y of z ഇൻറ്റു 1 മൈനസ് 0.75 z റൈസ് ടു -1. സോ ഇങ്ങനെയാണ് വരുന്നത്. y of z ഇൻറ്റു 1 മൈനസ് 0.75 z റൈസ് ടു -1 പ്ലസ് 0.125 z റൈസ് ടു -2 ഇസ് ഈക്വൽ ടു ഇത് ഇൻറ്റു ഇത് x of z ഇൻറ്റു 1 പ്ലസ് 2z റൈസ് ടു -1 പ്ലസ് z റൈസ് ടു -2. ഇനി ഇതകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ y of z മൈനസ് 0.75 z റൈസ് ടു -1 ഇൻറ്റു y of z പ്ലസ് 0.125 z റൈസ് ടു -2 ഇൻറ്റു
y of z equal to x of z plus 2z raised to minus 1 x of z plus z raised to minus 2 into x of z. സോ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ y of z മാത്രം ലെഫ്റ്റ് സൈഡിൽ ഇടുക, ബാക്കിയെല്ലാം റൈറ്റ് സൈഡിൽ കൊണ്ടുപോവുക. സോ y of z ഈക്വൽ ടു ഇതെല്ലാം റൈറ്റ് സൈഡിൽ കൊണ്ടുപോവുക. സോ പ്ലസ് ആവും 0.75 z raised to minus 1 y of z. ഓക്കെ, അപ്പൊ ഇതെല്ലാം അപ്പുറത്ത് കൊണ്ടുപോവുക, y of z മാത്രം ഇവിടെ. അപ്പൊ ഇത് നെഗറ്റീവ് ആവും, ഈ നെഗറ്റീവ് വാല്യൂ പോസിറ്റീവ് ആവും, പ്ലസ് മൈനസ് ആവും, ബാക്കി അതേപോലെ എഴുതാം. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന്റെ ഇൻവേഴ്സ് z ട്രാൻസ്ഫോം എടുക്കുക. സോ ടേക്കിംഗ് ഇൻവേഴ്സ് z ട്രാൻസ്ഫോം എന്ത് വരും? y of z ന്റെ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ സ്മോൾ y of n. 0.75 z raised to minus 1 y of z ന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളൊരു y of n ന്റെ z ട്രാൻസ്ഫോം y of z, y of n minus 1 ന്റെ z ട്രാൻസ്ഫോം z raised to minus 1 into y of z എന്ന് എഴുതും. y of n minus 3 ആണെങ്കിൽ z raised to minus 3 into y of z. ഇങ്ങനെയാണ് നമ്മൾ z ട്രാൻസ്ഫോമിൽ അതിന്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് എഴുതുന്നത്. സോ ഇത് തിരിച്ചെഴുതുന്നു. സോ z raised to minus 1 y of z ആണെങ്കിൽ അതിന്റെ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ y of n minus 1 ആവും. പിന്നെ എന്തുണ്ട്? അവിടുത്തെ ആ ഒരു കോഎഫിഷ്യന്റ് കൂടി വരുന്നുണ്ട്. സോ 0.75 y of n minus 1 മൈനസ് ഇവിടെ എന്ത് വരും? z raised to minus 2 ആണ്, y of z ആണ്. സോ 0.125 into y of n minus 2 എന്ന് വരും. പ്ലസ് ഇത് x of n, ഇവിടെ 2 into x of n minus 1 എന്ന് വരും. പ്ലസ് x of z into z raised to minus 2 ആണ്. സോ x of n minus 2 എന്ന് വരും. സോ ഈ ഇക്വേഷൻ ആണ് നമുക്ക് റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാനുള്ളത്. y of n is equal to, ഇപ്പൊ എന്തൊക്കെ ടേംസ് ഉണ്ട്? y of n minus 1 ടേം ഉണ്ട്, n minus 2 ടേം ഉണ്ട്. അതായത് ഔട്ട്പുട്ടിന്റെ പ്രീവിയസ് വാല്യൂവിനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ IR ഫിൽറ്റർ റിയലൈസേഷൻ എന്ന് പറയുന്നത് തന്നെ. പിന്നെ പ്രസന്റ് ഇൻപുട്ട് ഉണ്ട്, ഇൻപുട്ടിന്റെ പാസ്റ്റ് വാല്യൂസ് ഉണ്ട്. സോ ഈ കിട്ടിയ ഇക്വേഷൻ നമ്മളിനി സിഗ്നൽ ഫ്ലോ ഗ്രാഫ് വെച്ചിട്ട് റിയലൈസ് ചെയ്യുക. അതാണ് ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. സോ ആ കിട്ടിയ ഇക്വേഷൻ ഒന്നുകൂടെ എടുത്തെഴുതി. y of n is equal to ആ ഇക്വേഷൻ എടുത്തെഴുതി. അതിൽ ഞാൻ വൈയുടെ ടേംസ് ബ്ലാക്ക് കളർ വെച്ചിട്ടും എക്സിന്റെ ടേംസ് റെഡ് കളർ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്, മനസ്സിലാവാൻ വേണ്ടിയിട്ട്. സോ ഇതിനെ നമ്മളിനി ഒരു ഫ്ലോ ഗ്രാഫ് ആയിട്ട് റെപ്രസെന്റ് ചെയ്താണ് ഫിൽറ്റർ റിയലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് y of n ഉം x of n ആണ് നമ്മുടെ ഇൻപുട്ടും ഔട്ട്പുട്ടും. സോ അതിൽ n-1 n-2 ഒക്കെ എടുക്കണമെങ്കിൽ എന്ത് ചെയ്യുക? ഡിലേ യൂണിറ്റ്സ് യൂസ് ചെയ്യുക. പിന്നെ വരുന്നത് കോഎഫിഷ്യന്റ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ അതിന് നമ്മൾ മൾട്ടിപ്ലയർ യൂസ് ചെയ്യുക. പിന്നെ വരുന്നത് അഡീഷൻ അല്ലെങ്കിൽ ആഡർ ആണ്. സോ ഈ 3 എലമെന്റ്സ് വെച്ചിട്ടാണ് നമ്മൾ റിയലൈസേഷൻ ചെയ്യേണ്ടത്. സോ ഈ ഇക്വേഷൻ റിയലൈസ് ചെയ്യാനായിട്ട് നമുക്ക് ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ളത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ആണ്. ഇൻപുട്ട് എന്ന് പറയുമ്പോൾ ഇൻപുട്ട് കാണിക്കുക x of n, ഔട്ട്പുട്ട് y of n. എന്നിട്ട് ഇക്വേഷൻ നോക്കാം. ഇതിൽ 1, 2, 3, 4, 5 ടേംസ് ഉണ്ട്. സോ ഈ 5 ടേംസ് റിയലൈസ് ചെയ്യുക, അതിനെല്ലാം കൂടി സം ചെയ്യുക. അപ്പൊ നമുക്ക് y of n കിട്ടും. സോ ഇതിന് ഈ ഇക്വേഷനെ സ്കീമാറ്റിക്കലി റിയലൈസ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. അപ്പൊ ഇതിൽ ഇൻപുട്ട് ഞാൻ 2 കളറിലൊക്കെ എഴുതുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അങ്ങനെ എക്സാമിന് അങ്ങനെയൊന്നും ചെയ്ത് വെക്കരുത്. ഓക്കെ, അപ്പോൾ x of n നമുക്ക് ആദ്യം ഇൻപുട്ട് സൈഡ് നോക്കാം. സോ ഇൻപുട്ട് സൈഡെല്ലാം ലെഫ്റ്റ് സൈഡിലും ഔട്ട്പുട്ട് സൈഡെല്ലാം റൈറ്റ് സൈഡിലുമാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഇൻപുട്ട് സൈഡിൽ വരുന്നത് x of n ഉണ്ട്, 2 into x of n minus 1, then x of n minus 2. സോ x of n ഇവിടെ ഉണ്ട്. പിന്നെ വേണ്ടത് 2 into x of n minus 1. സോ x of n നിന്ന് x of n minus 1 വേണമെങ്കിൽ അവിടെ ഒരു ഡിലേ എലമെന്റ് കൊടുക്കുക. സോ x of n നിന്ന് ഒരു ഡിലേ എലമെന്റ് കൊടുക്കുക. അറ്റ് എ ടൈം ഒരു സിംഗിൾ ഡിലേ മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. സോ x of n നിന്ന് ഡിലേ കൊടുത്താൽ നമുക്ക് x of n minus 1 കിട്ടും. അടുത്തത് x of n minus 2 വേണ്ടത്. സോ എഗെയിൻ ഒരു ഡിലേ എലമെന്റ് കൂടി കൊടുക്കുക. അതിന്റെ ഔട്ട്പുട്ട് x of n minus 2 ആയിരിക്കും. ഇനി ഒരു ഡിലേ എലമെന്റ് കൊടുത്താൽ x of n minus 2. നമുക്ക് x of n minus 5 ആണ് വേണ്ടതെങ്കിൽ ഇതേപോലെ 5 ഡിലേ എലമെന്റ്സ് സീരീസ് ആയിട്ട് കൊടുത്ത് അതിന്റെ ഔട്ട്പുട്ട് എടുത്താൽ x of n minus 5 കിട്ടുള്ളൂ. അല്ലാതെ ഒറ്റ എലമെന്റ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ ഓരോ എലമെന്റ് ആയിട്ട് കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് x of n ആണ്. x of n ഓൾറെഡി
ഇവിടെയുണ്ട് പ്ലസ് 2 ഇൻറ്റു എക്സ് ഓഫ് എൻ മൈനസ് 1. സോ എക്സ് ഓഫ് എൻ മൈനസ് 1 ഇവിടെ ഉണ്ട്, അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഗെയിൻ ആയിട്ട് കൊടുക്കുക. സോ 2 ഇൻറ്റു എക്സ് ഓഫ് എൻ മൈനസ് 1. അപ്പം ആ ഒരു ടേമായി അതിൻ്റെ കൂടെ ആഡ് ചെയ്തു. സോ എക്സ് ഓഫ് എൻ പ്ലസ് 2 ഇൻറ്റു എക്സ് ഓഫ് എൻ മൈനസ് 1 ആയി. നെക്സ്റ്റ് ടേം പ്ലസ് എക്സ് ഓഫ് എൻ മൈനസ് 2. സോ എക്സ് ഓഫ് എൻ മൈനസ് 2 ഇവിടെ തന്നെ ഉണ്ട്, മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാരണം കോഫിഷ്യന്റ് 1 ആണ്. സോ അതും കൂടി പ്ലസ് ചെയ്ത് കൊടുക്കുക. സോ ഇങ്ങനെ ഈ ജംഗ്ഷൻസിലാണ് നമ്മൾ സം ചെയ്ത് കാണിക്കുന്നത്. അപ്പം ഇത്രയും ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? ഇത്രയും എലമെന്റ്സ് കിട്ടി. ഇനിയുള്ളത് വൈ ഓഫ് എൻ്റെ സൈഡിലാണ്. സോ അതേപോലെ വൈ ഓഫ് എൻ്റെ സൈഡിൽ എന്ത് ചെയ്യാം? വൈ ഓഫ് എൻ മൈനസ് 1 എൻ മൈനസ് 2 ആവശ്യമുണ്ടോ അവിടെയും ഡിലേ കൊടുക്കുക. ഫസ്റ്റ് ഡിലേ കൊടുത്താൽ വൈ ഓഫ് എൻ മൈനസ് 1 കിട്ടും. എഗെയിൻ ഒരു ഡിലേ യൂണിറ്റ് കൊടുത്താൽ വൈ ഓഫ് എൻ മൈനസ് 2 കിട്ടും. അപ്പൊ നമുക്ക് വേണ്ടത് 0.75 ഇൻറ്റു വൈ ഓഫ് എൻ മൈനസ് 1 ആണ്. സോ വൈ ഓഫ് എൻ മൈനസ് 1 ഇവിടെ ഉണ്ട്, അതിനെ 0.75 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുക. പ്ലസ് മൈനസ് ആണ് ഇവിടെ, നമ്മൾ പ്ലസ് മൈനസ്, അതായത് ആ എല്ലാ സമ്മേഷനാണ് ഇവിടെ കൊടുക്കുന്നത്. അതുകൊണ്ട് ഈ കോഎഫിഷ്യന്റ് -0.125 തന്നെ എഴുതുക. സോ വൈ ഓഫ് എൻ മൈനസ് 2 ഇൻറ്റു -0.125 ആ ടേമും ഇതും കൂടി സം ചെയ്യാം. അപ്പോൾ വൈ ഓഫ് 0.75 ഇൻറ്റു വൈ ഓഫ് എൻ മൈനസ് 1 പ്ലസ് -0.125 ഇൻറ്റു വൈ ഓഫ് എൻ മൈനസ് 2 കിട്ടി. ഇനി ഇത് എന്തിന്റെ കൂടെയാണ് സം ചെയ്യേണ്ടത്? ഈ ഇത്രയും എലമെന്റ്സ് നമ്മൾ ഓൾറെഡി സം ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിന്റെ കൂടെ ഇതുകൂടി സം ചെയ്ത് കൊടുക്കുക. സോ അതിവിടെ വരുന്നുണ്ട്. സോ അതിങ്ങോട്ട് കൊണ്ടുവന്ന് ഇതിന്റെ കൂടി സം ചെയ്ത് കൊടുക്കുക. ആ കിട്ടുന്നത് എന്തായിരിക്കും? ഈക്വൽ ടു വൈ ഓഫ് എൻ ആണ്. സോ ആ ഫൈനൽ വാല്യൂ വിൽ ബി ഈക്വൽ ടു വൈ ഓഫ് എൻ. ഇങ്ങനെയാണ് നമ്മൾ ഡയറക്റ്റ് ഫോം 1 റിയലൈസ് ചെയ്യുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ എക്സ് ഓഫ് എന്നും എക്സ് ഓഫ് എൻ്റെ പാസ്റ്റ് ടേംസ് ആയിരിക്കും വരുന്നത്. റൈറ്റ് സൈഡിൽ വൈ ഓഫ് എന്നും അതിന്റെ പാസ്റ്റ് ടേംസും ആണ് വരുന്നത്. എന്നിട്ട് അതിൽ ഏതൊക്കെ എലമെന്റ്സ് ഉണ്ടോ, എത്ര ഡിലേ എലമെന്റ്സ് ഉണ്ടോ, ഏതൊക്കെ ഡിലേ എലമെന്റ്സ് ആണ് നമുക്ക് വേണ്ടത് നോക്കിയിട്ട് കൊടുക്കുക. ഇവിടെ ഇപ്പം വൈ ഓഫ് എൻ മൈനസ് 2 ആണുള്ളത്. വൈ ഓഫ് എൻ മൈനസ് 2 ഇല്ല, എൻ മൈനസ് 3 ആണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു ലൈൻ എടുക്കേണ്ട ആവശ്യമില്ല. 2 ഡിലേ കൊടുത്തിട്ട് എൻ മൈനസ് 3 ആക്കിയിട്ട് വേണം എടുക്കാൻ. അതേപോലെ തന്നെയാണ് വൈ ആണെങ്കിൽ ഇവിടെ, എക്സ് ആണെങ്കിൽ ഇവിടെ. ഇങ്ങനെയാണ് ഡയറക്റ്റ് ഫോം 1 റിയലൈസേഷൻ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഫ്ലോഗ്രാഫ് ആണ്. ഇതിനെല്ലാം ഡയറക്ഷൻ ഉണ്ട്. ഡയറക്ഷൻ ഓർത്ത് വെക്കുക. നമുക്കറിയാം എക്സ് ഓഫ് എൻ എടുത്ത് ഡിലേ എടുത്ത് ഇങ്ങനെയാണ് പോകുന്നത്. ഇതിന്റെ എക്സ് ഓഫ് എന്നിന്റെ ടേംസ് എല്ലാം സം ചെയ്തെടുക്കുന്നു. വൈ ഓഫ് എൻ ഫൈനൽ ഔട്ട്പുട്ട് ആണ്. സോ ഔട്ട്പുട്ടിൽ നിന്നാണ് നമ്മൾ ഡിഫറൻസ് എടുത്ത് ഇങ്ങനെ കൊണ്ടുവരുന്നത്. സോ ഇതാണ് സം. ഈ സം എല്ലാം കൂടെ ആഡ് ചെയ്താണ് ഫൈനൽ ഔട്ട്പുട്ട് വൈ ഓഫ് എൻ നമ്മൾ കാണിക്കുന്നത്. സോ അതിന്റെ ആരോ ഇങ്ങനെയാണ് പോകുന്നത്. ഇതെല്ലാം ഇങ്ങനെയാണ് ആരോ കാണിക്കേണ്ടത്. ഇത് താഴേക്കാണ്, ഇത് താഴേക്ക്. ഇവിടെ വാല്യൂ ഇല്ലെങ്കിൽ 1 ആണ് വാല്യൂ. സോ ഇത് മുകളിലേക്ക്. അതേപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് വന്ന് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് മുകളിലേക്ക് പോകുന്നു. ഫൈനൽ ഔട്ട്പുട്ട് ഈ ആരോ ഇവിടെയാണ് വരുന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ ഡയറക്റ്റ് ഫോം 1 റിയലൈസ് ചെയ്യുന്നത്. ഇതിന് കുറച്ച് ഡിസഡ്വാൻറ്റേജ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഡയറക്റ്റ് ഫോം 2 പോകുന്നത്. സോ അത് ഡയറക്റ്റ് ഫോം 2 മെത്തേഡ് പറയുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സോ നമ്മൾ നേരത്തെ ചെയ്ത എച്ച് ഓഫ് ഇസഡിലെ ഇസഡിന്റെ പവർ എല്ലാം നെഗറ്റീവ് വാല്യൂസ് ആയിരുന്നു. അപ്പൊ നെഗറ്റീവ് വാല്യൂസ് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഡിലേ എലമെന്റ്സ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ചില കേസസിൽ എച്ച് ഓഫ് ഇസഡ് ഇങ്ങനെ തരാറുണ്ട്. അതായത് ഇസഡിന്റെ പവേഴ്സ് എല്ലാം ഇവിടെ 2 ആണ്, 1 1 പവേഴ്സ് എല്ലാം പോസിറ്റീവ് വാല്യൂസ് ആയിരിക്കും. ഈ ഒരു കേസിൽ വന്നാൽ നമ്മൾ അതിന്റെ പവേഴ്സ് എല്ലാം നെഗറ്റീവ് വാല്യൂസ് ആക്കിയിട്ട് വേണം പ്രൊസീഡ് ചെയ്യാനായിട്ട്. സോ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോ ടേമിലെയും ഇസഡിന്റെ ഹയസ്റ്റ് പവർ എത്രയാണ് വരുന്നത് ആ ടേം അങ്ങ് പുറത്ത് കോമൺ ആയിട്ട് എടുക്കുക. ഇവിടെ മുകളിലാണെങ്കിൽ ഇസഡ് സ്ക്വയർ പുറത്തെടുക്കുക. ഇസഡ് സ്ക്വയർ ഇൻറ്റു എന്ന് പറയുമ്പോൾ അവിടെ 1 മൈനസ് 1 ഇസഡ് സ്ക്വയർ എന്ന് വരും. അതുപോലെ ഇവിടെ ആണെങ്കിൽ ഇസഡ് പുറത്തെടുക്കുക. 2 ടേംസിൽ നിന്നും ഇസഡ് പുറത്തെടുക്കുക. ഇസഡ് ഇൻറ്റു 1 മൈനസ് 2 ഇസഡ് എന്ന് വരും. ഇവിടെ ഇസഡ് ഇൻറ്റു 1 മൈനസ് 3 ഇസഡ് എന്ന് വരും. സോ ഈ പുറത്തെടുത്ത ഇസഡ് എല്ലാം ക്യാൻസൽ ആയി പോകും. ബാക്കി 1 മൈനസ് ഇസഡ് റേസ് ടു -2 ഡിവൈഡഡ് ബൈ 1 മൈനസ് 2 ഇസഡ് റേസ് ടു -1 ഇൻറ്റു 1 മൈനസ് 3 ഇസഡ് റേസ് ടു -1 എന്ന് വരും. ഇപ്പോൾ ഇസഡിന്റെ പവർ എല്ലാം നെഗറ്റീവ് ആയിട്ടുണ്ട്. ഇനി ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് സോൾവ് ചെയ്ത് ഫൈനൽ എച്ച് ഓഫ് ഇസഡ് ആക്കിയിട്ട് പ്രൊസീഡ് ചെയ്യാം. സോ ഈ ഒരു കേസ് വന്നാൽ ഇങ്ങനെയാണിത് ഈ ഒരു പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യേണ്ടത്.